പത്തനംതിട്ട ആറന്മുളയിൽ ഇപ്പോഴും സ്ഥിതി രൂക്ഷമായി തുടരുകയാണ്. റാന്നിയിൽ നിന്നുള്ള വെള്ളം ഇവിടേക്ക് എത്തുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ആറന്മുള നേരിടുന്നത് വലിയ ദുരന്തമാണെന്നും സർക്കാരിന്റെ കൂടുതൽ ശ്രദ്ധ വേണമെന്നും അബിൻ വർക്കി MLA ആവശ്യപ്പെട്ടു. ഇനിയും മഴ പെയ്താൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും അബിൻ വർക്കി പറഞ്ഞു. അപ്രതീക്ഷിതമായിട്ട് വെള്ളം അടിച്ചു കയറി വരികയാണുണ്ടായത്. ഏതാണ്ട് 5ഓളം പഞ്ചായത്തുകൾ മുങ്ങിക്കിടക്കുകയാണ്. ഒട്ടേറെ വീടുകൾ മുങ്ങിക്കിടക്കുകയാണ്. സ്ഥാപനങ്ങൾ മുങ്ങിക്കിടക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. വെള്ളം കയറിക്കൊണ്ടിരിക്കും. ഓരോ പ്രദേശത്തും പലയിടത്തും നമ്മൾ ഇന്നലെ പ്രതീക്ഷിക്കാത്ത പലയിടത്തും വെള്ളം എത്തുകയുണ്ടായി. നമ്മളൊരു 10% റിസ്ക് ഉള്ള സ്ഥലങ്ങളിൽ അവരോട് മാറി താമസിക്കാൻ പറഞ്ഞിരുന്നു. ക്യാമ്പുകളിലായിട്ട് മാറാൻ പറഞ്ഞിരുന്നു. പോസ്റ്റ് ഫ്ലഡിനെ പറ്റി ആലോചിക്കേണ്ട ഒരു സമയമല്ലെങ്കിൽ പോലും ഫ്ലഡഡ് സിറ്റുവേഷനാണ് ഇപ്പോൾ ആറന്മുളയിൽ. അങ്ങനെ ഒട്ടേറെ ആളുകൾ വലിയ ദുരിതത്തിൻ്റെ കയത്തിലാണുള്ളത്. അവരെ ചേർത്ത് പിടിക്കാൻ സർക്കാരുണ്ടാവും. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. രാവിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ചെറിയ പരാതികൾ ഉയർന്നെങ്കിലും ഇപ്പോൾ അത് പരിഹരിച്ചു. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ ആറന്മുളയിൽ സ്ഥിതി അല്പം ഗുരുതരമാണെന്ന് പറയുന്നു. വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല എന്നുള്ളത് ആശങ്ക കൂട്ടുന്നതെന്നാണല്ലോ ഇപ്പോൾ അബിൻ വർക്കി പറയുന്നത്. എന്താണ് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം? ഇന്ന് മഴ ശക്തമായി പെയ്യുന്നില്ല അല്ലേ? സ്മൃതി, ഇന്ന് മഴ തീരെ കുറവായിരുന്നു. കുറച്ച് ചാറ്റൽ മഴ മാത്രമായിരുന്നു ആറന്മുളയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളത്. അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും വെള്ളം പെട്ടെന്ന് താഴേണ്ടതാണ്. പക്ഷേ അങ്ങനെ താഴുന്നില്ല എന്നതാണ് പ്രശ്നം. ഇവിടെ മഴയില്ലെങ്കിൽ സാധാരണഗതിയിൽ ആറന്മുള പ്രദേശത്തേക്ക് വെള്ളം വരേണ്ടത് ശബരിമല വനമേഖലയിൽ മഴ പെയ്യുകയും അവിടെ ഉരുൾപ്പെട്ടുകയോ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ഇവിടെ വെള്ളം വരുന്നതാണ് രീതി. അങ്ങനെ ഒരു സംഭവങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇതുവരെ ഉണ്ടായിട്ടുമില്ല. എന്നിട്ടും വെള്ളം ഇറങ്ങുന്നില്ല എന്നതാണ് പ്രശ്നം. കഴിഞ്ഞ പ്രളയകാലത്ത് ചെങ്ങന്നൂരിൽ ഉണ്ടായിരുന്നതിന് ഒരു സമാന രീതിയിൽ അന്ന് ആളുകൾക്ക് വലിയ തോതിൽ പ്രശ്നങ്ങളില്ല എന്നതൊഴിച്ചു നിർത്തിയാൽ വലിയ നാശനഷ്ടങ്ങൾ, അത് കൃഷിയിടങ്ങളാകട്ടെ, കടകളാകട്ടെ, വീടുകളാകട്ടെ, വാഹനങ്ങളാകട്ടെ, ആ തരത്തിൽ വലിയ നാശനഷ്ടങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാത്തത് കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വെള്ളം ഇറങ്ങും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഒരു സ്ഥലത്ത് നിന്നും റോഡ് ഒരടി 1.5 അടിയൊക്കെ ഇത്രയും സമയം കൊണ്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ കാണുന്നതൊക്കെ റോഡാണ്. അവിടെ ഒരു CBSE സെൻട്രൽ സ്കൂളിലേക്ക് പോകുന്ന ഒരു റോഡാണ്. ആ റോഡിലേക്കുള്ള ഇപ്പോഴും ശരി, വെള്ളമിറങ്ങുന്നില്ല എന്നുള്ള സാഹചര്യമാണ് ആറന്മുളയിലുള്ളത്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. മഴ നിന്നുവെങ്കിലും ആശങ്ക സാഹചര്യമാണ്, പ്രളയ സാഹചര്യമെന്നാണ് സ്ഥലം MLA തന്നെ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്.